നിങ്ങൾക്ക് ലോകം മൊത്തം യാത്ര ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ആ ആഗ്രഹം മാറ്റിവെച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ മികച്ച സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ബിസിനസ് ആരംഭിക്കണം, പക്ഷേ ലോണുകളും EMI കാരണം ആ ആഗ്രഹം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഏർലി റിട്ടയർമെന്റ് ചെയ്യണം, പക്ഷേ ജോലി ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ മറ്റ് ഏതെങ്കിലും ആളുകളെയോ സാമ്പത്തികപരമായി ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. എല്ലാ മാസവും സാമ്പത്തികമായി 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഫിനാൻഷ്യൽ ഫ്രീഡത്തെ സംബന്ധിക്കുന്ന ഫ്രീഡം മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം? നിങ്ങളുടെ പാസീവ് ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ വരുമാനം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, രമേശ് എന്ന് പറയുന്ന ഒരു യുവാവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ AI കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. AI വന്നതോടുകൂടി രമേശ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എല്ലാം ഓട്ടോമേറ്റഡ് ആവുകയും അതുവഴി രമേശിന്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ശമ്പളമില്ല, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റു യാതൊരു തരത്തിലുള്ള വരുമാന സ്രോതസ്സും ഇല്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ രമേശ് തന്റെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം കൂടിയിരിക്കുന്നു. അതേസമയം രമേശിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പാസീവ് ഇൻകം സ്രോതസ്സുകളും അവർ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രമേശ് മറ്റൊരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് പ്രിയ എന്ത് ചെയ്തു? തന്റെ പാസീവ് ഇൻകം കൊണ്ട് തന്റെ ജീവിതം മുന്നോട്ട് പോവുകയും വളരെ മികച്ച രീതിയിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. പ്രിയ ഇവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുകയും രമേശിന് അത് ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. സോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്? നമുക്ക് എത്ര കാലം നമുക്ക് ജോലി ചെയ്യാൻ പറ്റും? നമ്മൾ ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ 100 വയസ്സ് വരെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിലാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളും ഇന്ന് മെഷീനുകളും റോബോട്ടുകളും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ധാരാളം AI സോഫ്റ്റ്വെയറുകളും ഓട്ടോമേഷൻ ടൂളുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പകുതിയാക്കുകയും അല്ലെങ്കിൽ മനുഷ്യന്റെ തൊഴിൽ സാധ്യതയെ പൂർണ്ണമായും കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഈ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായും മറ്റൊരു വരുമാന സ്രോതസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ നാം കണ്ടെത്തുന്നതായിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വരുമാനം ഇല്ലാതാകാം. നിർഭാഗ്യവശാൽ നമ്മളൊരു ആക്സിഡന്റിൽ പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നു. നാം ഏത് മേഖലയിലാണോ സ്കില്ല് നമുക്കുള്ളത് ആ സ്കില്ല് ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നാം കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കും, പക്ഷേ അത്രയും കാലം നമുക്ക് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശാന്ത എന്ന് പറയുന്ന ഒരു ടീച്ചർ റിട്ടയർമെന്റിന് ശേഷം അവർ ആശ്രയിച്ചു കൊണ്ടിരുന്നത് അവരുടെ സേവിങ്സ് എമൗണ്ടിന് മാത്രമാണ്. പക്ഷേ ഇൻഫ്ലേഷൻ വന്ന സമയത്ത് ആ എമൗണ്ട് വളരെ ചെറുതായി മാറുകയും ശാന്ത എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്തു. അതേസമയം ശാന്തയുടെ കൂടെ റിട്ടയർ ചെയ്ത മറ്റൊരു വ്യക്തി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ മറ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാസം ഒരു റെന്റൽ എമൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. സോ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഈ രണ്ടാമത് പറയുന്ന വ്യക്തിക്ക് ഒരാളെയും ആശ്രയിക്കാതെ സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ആദ്യം പറഞ്ഞ ശാന്തയെ പോലെ ആവണമോ അല്ല രണ്ടാമത് പറഞ്ഞ ആളെ പോലെ ആവണമോ? കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കണം എന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഒരുപാട് കാലം സാമ്പത്തികമായി ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം. സോ നമ്മൾ റിട്ടയർ ചെയ്ത ശേഷമായാലും അല്ലെങ്കിൽ നമുക്ക് പ്രായമായ സമയത്ത് ആണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന്, ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം സാമ്പത്തികമായി ആശ്രയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മകനെയാണ്. പക്ഷെ മകന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എക്സ്പെൻസ് കൂടെ നോക്കുന്ന സമയത്ത് അച്ഛന് വേണ്ട രീതിയിൽ സാമ്പത്തികമായി പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തിനിടയിൽ വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പലരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നെറ്റ് വർത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം അസറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ആക്ച്വലി തെറ്റാണ്. കാരണം നിങ്ങൾക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്, പക്ഷെ ആ 10 ഏക്കർ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ലഭ്യമല്ല എന്നാണെങ്കിൽ
ആ 10 ഏക്കർ ഭൂമി ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ അത് ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് പണം ലഭിക്കുന്ന ഒരു മാർഗമല്ല. ചില ആളുകൾ ചിന്തിക്കും നമ്മൾ ഫിനാൻഷ്യലി ഇപ്പോൾ ഫ്രീഡം കൈവരിച്ചിരിക്കുന്നു, കാരണം നമുക്കൊരു പാസീവ് ഇൻകം തൽക്കാലത്തേക്ക് ഉണ്ട്. ഈ തൽക്കാലം എന്നുള്ള വാക്കാണ് ഇവിടെ പ്രശ്നമായി വരുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയില്ല. ഫോർ ദ ടൈം ബീങ് നമുക്ക് ചില തരത്തിലുള്ള ചെലവുകളൊക്കെ അത് വെച്ച് ചെയ്യാം എന്നാണെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടായേ പറ്റൂ. ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും അദ്ദേഹം മറ്റ് ജോലികളെല്ലാം വിട്ട് ഫുൾ ടൈം യൂട്യൂബറായി മാറുകയും ചെയ്തു. ആദ്യത്തെ 1-2 വർഷം അദ്ദേഹത്തിന് മികച്ച വരുമാനം അതിൽ നിന്ന് ലഭിച്ചു. പക്ഷേ 3-4 വർഷത്തിന് ശേഷം യൂട്യൂബിന്റെ ആൽഗരിതം കാര്യങ്ങളൊക്കെ മാറുകയും ഈ പുള്ളിക്ക് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ തകരുകയും അതുവഴിയുള്ള ഇൻകം സോഴ്സ് നിൽക്കുകയും ചെയ്തു. സോ ഇത്തരത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള ഇൻകം സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഫുൾ ടൈം റെഗുലർ ആയിട്ട് നമുക്ക് ഒരു ഇൻകം ഉണ്ടാകുന്ന ഒരു സോഴ്സ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കേണ്ടത് എന്നതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് പോലെയുള്ള മറ്റു കാര്യങ്ങൾ, റെന്റൽ ഇൻകം, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് പല തരത്തിലുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരേ ഒരു സോഴ്സ് അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാത്രമുള്ള ശമ്പളം അല്ലാതെ മറ്റ് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു പാതയിലേക്ക് പോകാൻ സാധ്യമാണ്. വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക എന്നതാണ് മറ്റൊരു കാര്യം. നിങ്ങൾ എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അത്രയും കാലത്തെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു കോർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ വരുമാനം കൂടുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റരുത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ മാത്രമേ നിങ്ങൾ 50,000 രൂപ ശമ്പളം ലഭിക്കുമ്പോൾ ജീവിക്കാൻ പാടുകയുള്ളൂ. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മികച്ച രീതിയിൽ സേവ് ചെയ്യാനും അതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധ്യമാണ്. മോശം കടങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ക്രെഡിറ്റ് കാർഡ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന പലിശ നിരക്കുള്ള ലോണുകൾ പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നിരന്തരമായിട്ട് അപ്സ്കിൽ ചെയ്യുക എന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI പോലെയുള്ള കാര്യങ്ങൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. 6 മുതൽ 12 മാസം വരെ നിങ്ങൾക്കൊരു ജോലി നിങ്ങൾക്കില്ലെങ്കിലും അടുത്ത 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ദീർഘകാലത്തേക്കുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ചെറിയ അല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വലിയ പണം ചെലവഴിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിലേക്ക് സ്വരുക്കൂട്ടി വെക്കണം അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയി സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഗോളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. സോ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം, എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ലോങ് ടേം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഉണ്ടാക്കുന്നില്ല. സോ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എന്നിരിക്കട്ടെ, പക്ഷേ അതേസമയം നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പലതരത്തിലുള്ള ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ മുകളിലത്തെ നില നിങ്ങൾ വാടക കൊടുത്താൽ അതിൽ നിന്നും ഒരു വരുമാനം നിങ്ങൾക്ക് മാസം ലഭിക്കും. സോ അത്തരത്തിലുള്ള പല പാസീവ് സോഴ്സ് ഓഫ് ഇൻകമിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. കൂടാതെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുക. വളരെ ചെറിയ അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കായി ചെലവഴിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധ്യമാവുകയും നിങ്ങളുടെ ജീവിതം ദുഷ്കരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഫ്രീഡം മണി മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.